എഴുതിയ ആൾ തൊട്ടടുത്ത പള്ളിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അയാളുടെ കഴുതയുടെ പുറത്തു നിന്ന് ഇറങ്ങിയിട്ടൊരു ബാഗ് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. ഒരു സഞ്ചി, ഒരു ബാഗ് കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ദാ ഇത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോ ആ ബാഗുമായിട്ട് ഇയാൾ പുറപ്പെട്ടു. കാരണം ഇത് ഈ കിട്ടിയിരിക്കുന്നത് പണസഞ്ചിയാ. ബഹുമാനപ്പെട്ടവർ പ്രതീക്ഷയോടെ തുറന്നു. ബഹുമാനപ്പെട്ടവർ പറയാൻ, ഞാൻ വളരെ പ്രതീക്ഷയോടെ അത് തുറന്നു നോക്കി, എന്താ അതിനകത്തുള്ളത് ഒന്നറിയാൻ. വളരെ പ്രതീക്ഷയോടെ തുറന്നപ്പം ഫീഹാ 600 ദീനാർ. 600 ദീനാറുണ്ട് അതിനകത്ത്. 600 ദീനാറുണ്ട്. ഞെട്ടിപ്പോവുകയാണ്. 600 ദീനാറോ പടച്ചോൻ, ഇതെന്താണ് 600 സ്വർണ്ണ നാണയം ഇതിനകത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു യാചകന്, ഒരു പിച്ചക്കാരൻ കൈ കാണിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലും കൊടുക്കുമോ? അല്ലേ? നമ്മുടെ മുമ്പിൽ എത്ര നോട്ടീസ് വരാറുണ്ട്. നമ്മൾ ഏറ്റവും ചെറുത് നോക്കിയിട്ടല്ലേ എടുത്തു കൊടുക്കുക? നമ്മളെ കയ്യിൽ ഏറ്റവും ചെറുത് നോക്കിയിട്ടല്ലേ നമ്മൾ എടുത്തു കൊടുക്കുക? എത്ര പിരിവുകൾ, എത്ര നോട്ടീസുകൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. ഇദ്ദേഹം ഈ ഒരു പേപ്പർ കൊടുത്തതിന് 600 ദീനാറുള്ള ഒരു പണസഞ്ചി ഇയാൾക്ക് കൈമാറി. അത്ഭുതപ്പെട്ടു. ഞാൻ നേരെ ചെന്നു എൻ്റെ ഷെയ്ഖിന്റെ അടുത്ത്, ഇബ്രാഹിം ഇബ്നുൽ അദ്ഹമിന്റെ അടുത്ത് എന്ന് കഥ പറഞ്ഞു. ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം ഉടനെ തന്നെ പറഞ്ഞു, ലാ തമസ്സദ്ദനാനീറ ഹത്താ യജീ അസ്സാഅ. തൊട്ടുപോകരുത്, ആ ദീനാറുമ്പിൽ തൊട്ടുപോകാൻ പാടില്ല. അത് അനക്കരുത്, അവിടെ വെക്ക്, അയാൾ ഇപ്പൊ വരുന്നതാണ്. ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം, ഇതാണ് അള്ളാഹുവിന്റെ മഹാന്മാർ. അയാൾ ഇപ്പൊ ഇവിടെ എത്തിയിട്ട് നമുക്ക് തൊടാന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാദിം ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം, ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ ഖാദിം പറയാണ്, എന്താ പറഞ്ഞത്? ഞാൻ വളരെ കുറച്ച് സമയം കഴിഞ്ഞുള്ളൂ. ഫമകസിന ഖലീല, വളരെ കുറച്ച് സമയം ഞങ്ങൾ ആ പള്ളിയിലിരുന്നു. അപ്പോഴേക്കതാ വരുന്നു വൈദൻ നസ്രാനി. ഞാൻ നേരത്തെ കണ്ട നസ്രാനി. ഇത് നസ്രാനി അതെങ്ങനെയാ ബോധ്യപ്പെട്ടത്? ഞാൻ പറഞ്ഞപ്പം പറയാൻ വിട്ടതാ. ഇയാളിത് തന്നപ്പോ ഇയാളിങ്ങനെ നടന്നു നീങ്ങുമ്പോ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്. അയാളോട് ചോദിച്ചത്ര അപ്പോയ മനുഷ്യനാരാ, ഇത്രയും വലിയൊരു പൈസ തരുമ്പോൾ അയാൾ പരിചയപ്പെടുമല്ലോ. അപ്പൊ പറഞ്ഞു, അയാളൊരു പക്കാ നസ്രാനിയാണ്. ഒരു പക്കാ നസ്രാനിയാണോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം റളിയല്ലാഹുവിന്റെ എഴുത്തിനെ ഇത്രമാത്രം ആദരിച്ചിരിക്കുന്നത്. ആ നസ്രാനി അതാ വന്നിറങ്ങി, നേരെ വന്നു. ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം, ഇബ്രാഹിം ഇബ്നുൽ അദ്ഹമിന്റെ തലയിലൂടെ അങ്ങ് വീണു. കെട്ടിപ്പിടിച്ചു. ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ വന്ന് കെട്ടിപ്പിടിച്ച് അവിടുത്തെ ശരീരത്തിലൂടെ അങ്ങ് വീണ് ഉമ്മ വെക്കുന്നു. യുഖബ്ബിലുഹു, ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, വഹുവ യഖൂൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ദീനിന്റെ കരുത്ത് മനസ്സിലാക്കി, ആ എഴുത്തിൽ നിന്ന് മനസ്സിലാക്കി, അള്ളാഹുവിലുള്ള തവക്കുലിന്റെ കടുപ്പം മനസ്സിലാക്കി. ആ ബൈത്തിൽ നിന്ന് കിട്ടിയതാണത്. ഞാൻ പറഞ്ഞു വന്നത് എന്തേ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതിന്റെ വ്യക്തമായൊരു ചിത്രമല്ലേ ഈ കണ്ടത്? ഇബാദത്ത് അങ്ങ് സമർപ്പിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, ഈ സംഭവം ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹിൽ അൻസാരി തന്റെ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി അസ്മാഇ സയ്യിദുൽ മുർസലീൻ എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ 530-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1000 ചില്ലാനം പേജുകളുണ്ട്. എല്ലാം ഹബീബിന്റെ മദ്ഹാണ്. ഹബീബുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അതിൽ വരുന്നത്. അതിനിടെ കടന്നു വന്നതാണ്. അത് കടന്നു വരാൻ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നിങ്ങനെ പറഞ്ഞതുകൊണ്ടായില്ല. നിസ്കരിക്കാതെ, നോമ്പ് നോൽക്കാതെ, ഖുർആൻ ഓതാതെ, നല്ലതൊന്നും ചെയ്യാതെ നമ്മൾ വെറും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ വാചകമടിച്ച് നടന്നിട്ട് നമ്മൾ നന്നാവൂല. ഇബാദത്തുകൾ ചെയ്യ്. ആ ഇബാദത്തുകൾ മുമ്പിൽ വെച്ചിട്ട് പടച്ചോനോട് പറയൂ. പടച്ചോനെ, വളരെ പ്രയാസപ്പെടുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ കെട്ടിക്കാൻ പ്രയാസപ്പെടുമ്പോ ആ ഉമ്മ കത്തു അടുപ്പിച്ച്, വാപ്പയില്ലാത്ത ആ കുട്ടിയുടെ ഉമ്മ, അല്ലെങ്കിൽ വളരെ പാവപ്പെട്ട ആ വാപ്പ പള്ളി തോറും തെണ്ടി നടക്കുമ്പോ നിന്റെ തൊട്ടയൽവാസിയാണ്, നിന്റെ തൊട്ടയൽവാസിനിയാണ്, നിന്റെ മനസ്സിളകിയില്ല. ഇങ്ങനെ ആവാൻ പാടില്ല. അതിൽ മനസ്സിളകണം പ്രിയപ്പെട്ട കൂട്ടുകാരാ. ആ ഉമ്മനെ വിളിച്ചിട്ട്, അതാ എൻ്റെ വക ധാരാളം കാശ് എൻ്റെ അക്കൗണ്ടിലുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഇനി ഒന്നും നോക്കണ്ട, ഒരു 5 പവൻ
ഇന്ന് 5 പവന്റെ വില കണക്ക് കൂട്ടുമ്പം തലകറങ്ങും. 1,00,000 രൂപ വേണം. തലകറങ്ങിപ്പോകും. ഒന്നും നോക്കണ്ട, 1,00,000-ലധികം രൂപ വില വരും. അതൊന്നും നോക്കിയില്ല, എടുത്തങ്ങ് കൊടുത്തു. അല്ലെങ്കിൽ ഒരു പവനങ്ങ് നൽകി. ആ ഉമ്മ കണ്ണുകൾ നിറച്ച് പ്രാർത്ഥിച്ചു. നിന്റെ മുമ്പിൽ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്, കോടികളുടെ ബിസിനസ് മുട്ടി നിൽക്കുന്നു. ഒന്നും നോക്കണ്ട, രാത്രി എഴുന്നേൽക്ക്. പടച്ചോനെ, ആ പെണ്ണിന്റെ കുട്ടിയെ കെട്ടിക്കാൻ, ആ പാവപ്പെട്ടവന്റെ കുട്ടിയെ കെട്ടിക്കാൻ ഞാൻ അത്രയും വലിയ സംഖ്യ നൽകിയത് നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ്. എൻ്റെ മുട്ടി നിൽക്കുന്ന ബിസിനസ് പടച്ചോനെ, ഞാൻ കുടുങ്ങിക്കിടക്കുന്ന ഊരാ കുടുക്കിൽ നിന്ന്, ഈ ഏടാകൂടത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു രക്ഷിക്കും, ഉറപ്പാൻ. ഈമാൻ വേണം, ഇബ്രാഹിം ഇബ്നുൽ അദ്ഹമിന്റെ കരുത്ത് വേണം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അപ്പം അതുകൊണ്ട് ഇബാദത്ത് വേണം, ഇസ്തിആനത്ത് മാത്രമായാൽ പോരാ, രണ്ടും വേണം. ഇബാദത്തും വേണം, ദുആവും വേണം. ഇനി അത് പറഞ്ഞാൽ അങ്ങനെ നീണ്ടുപോകും. അതുകൊണ്ട് അടുത്ത ആയത്തിലേക്ക് കടന്നെങ്കിലേ നമുക്ക് വിഷയം തീരുള്ളൂ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അതാ ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തു തരണേ അല്ലാഹ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ചേർത്തു തരണം. നേരായ മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? ആദർശത്തിലും കർമ്മത്തിലും സ്വഭാവത്തിലും എല്ലാറ്റിലും സിറാത്ത് മുസ്തഖീം വ്യാപകമാണ്. അത് യഥാർത്ഥത്തിൽ അതിന് ഏതെങ്കിലും ഒരു ഭാഗത്തിട്ട് ഒതുക്കാൻ പറ്റൂല. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുന്യവിയും ഉഖ്റവിയുമായ ഇഅ്തിഖാദിയും അമലിയുമായ എല്ലാ കാര്യങ്ങളിലും സിറാത്ത് മുസ്തഖീം ഉണ്ട്. പടച്ചോനെ, നേരെ ചൊവ്വയുള്ള ആദർശത്തിലേക്ക് എന്നെ എത്തിച്ചു തരണം. അള്ളാഹുവേ, നേരെ ചൊവ്വയുള്ള ആരാധനകളിലേക്ക് എന്നെ എത്തിച്ചു തരണം. അല്ലെ, നിസ്കരിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയോ നിസ്കരിക്കുന്നു, അങ്ങനെ ആവാൻ പറ്റൂല. എങ്ങനെയൊക്കെയോ നിസ്കരിക്കുന്നു, ഇങ്ങനെ ആകാൻ പറ്റൂല. വീട്ടിൽ നിന്ന് പള്ളി വരെ നടന്നു വന്ന മനുഷ്യനാണ്, എന്നിട്ട് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുകയാണ്. ഇത് സിറാത്ത് മുസ്തഖീമാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണല്ലോ ഇപ്പം ഇന്ന് നടന്നു വരുന്ന സംഗതികൾ. ഫാത്തിഹ ഓതുന്ന സമയത്ത് എന്തായാലും നിൽക്കണ്ടേ, റുക്കൂഴ് കഴിയും പോലെ ചെയ്യണ്ടേ. പിന്നെ ഇപ്പോൾ സുജൂദിന്റെ സമയത്തെ കൂടുതൽ കുനിയാൻ പറ്റുക എന്നുള്ള നിലക്ക് ആ കസേരയിൽ ഒന്ന് ഇരുന്ന് സുജൂദ് ചെയ്യാനുള്ള ഒരു ചാൻസ് കാണുന്നുള്ളൂ. ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബു തുഹ്ഫയിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം അതൊക്കെ അങ്ങനെ ഒരു സിറാത്ത് മുസ്തഖീം തെറ്റിച്ചു പോകുന്ന മാർഗങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആലോചിക്കണം. ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളുടെ ഉപ്പ ഒരിക്കൽ അവേലത്ത് തങ്ങളുടെ മോൻ പറഞ്ഞത് ഒരു ഓർമ്മയിലേക്ക് വന്നു. വല്ലിപ്പ നിസ്കരിക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ ഡോക്ടർ ഒരിക്കൽ ചോദിച്ചത്രേ, എന്തിനാ നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത്? എഴുന്നേറ്റ് നിസ്കരിക്കേണ്ട ആവശ്യമില്ലല്ലോ, കഴിവില്ലാത്തവർക്ക് ഇരുന്ന് നിസ്കരിച്ചാൽ പോരേ. ഫർള് നിസ്കാരത്തിൽ സുന്നത്തിന്റെ കാര്യമല്ല പറഞ്ഞ്. അപ്പൊ ഉടനെ തങ്ങൾ പറഞ്ഞത്രേ, ഞാൻ ഫർള് നിസ്കരിക്കുന്ന സമയത്ത് തങ്ങൾ ചെയ്തിരുന്നത് എന്താ? 2 മക്കളെ വിളിച്ചിട്ട് 2 ഭാഗവും താങ്ങി നിർത്തിക്കും, എന്നിട്ട് നിസ്കരിക്കും. അപ്പൊ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുമ്പോൾ എന്നെ താങ്ങിത്തരാൻ എൻ്റെ മക്കൾ തയ്യാറാവാത്ത കാലത്ത് ഞാൻ ഇരുന്നോളാം. എന്നെ താങ്ങിത്തരാൻ മക്കൾക്ക് പറ്റൂല, നിങ്ങൾ കണ്ടോലെ നിസ്കരിച്ചോളി എന്ന് പറയുകയാണെങ്കിൽ അന്ന് ഞാൻ ഇരുന്നുകൊണ്ട്. കാരണം ഫിഖ്ഹിന്റെ മസല അങ്ങനെയാണ്, ഒരാൾ താങ്ങിത്തരാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നാണ് ഫിഖ്ഹിന്റെ മസല. അപ്പൊ അത്ര സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചിരുന്നു. എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞത് കേൾക്കാത്തൊരു കാലത്ത് എന്നെ താങ്ങി നിർത്താൻ അവർക്ക് പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ അന്ന് ഞാൻ പടച്ചോന്റെ മുമ്പിൽ എൻ്റെ നിസ്സഹായത പറഞ്ഞ് ഞാൻ ഇരുന്നുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇതൊന്നും അറിയാത്തതിൻ്റെ പേരിലാണ് സാധാരണ നടന്നു വരുന്നത്, അറിയാത്തത് കൊണ്ടാണ് നടന്നു വരുന്നത്. അതുപോലെ തന്നെ കസേരയിൽ ഈ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് പലപ്പോഴും കസേര ഇടേണ്ടത് എങ്ങനെയാണ്, അതിലൊക്കെ ഞാൻ പറയുന്നത് ഇതോ അങ്ങനെ ആ ചർച്ചയിലേക്ക് പോകുമ്പോഴേക്ക് പേടിയാണ്. കാരണം നമ്മുടെ സമയം ആ വഴിക്ക് പോകും. കസേര ഇടുമ്പോൾ പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. എറണാകുളത്ത് വെച്ച് ഒരാൾ എന്നോട് ചോദിച്ചു, ഇരുന്ന് നിസ്കരിക്കുന്നവൻ കസേര ഇടേണ്ടത് എങ്ങനെയാണ്? സൊഫിൽ കസേര ഉണ്ട്, പിന്നോട്ടോ മുന്നോട്ടോ രണ്ടും കണ്ടുവരാറുണ്ട്. എന്താ വേണ്ടത്? സൊഫൊപ്പിക്കുക എന്ന് പറഞ്ഞത് ഖിയാമിലാണ് സൊഫൊപ്പിക്കേണ്ടത്. അപ്പോൾ ശരിക്ക് പിന്നോട്ടാണ് കസേര ഇടേണ്ടത്. മറ്റുള്ളവരോടൊപ്പം നമ്മളും നമ്മുടെ മടമ്പും അവരുടെ മടമ്പും സാധാരണ നിൽക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ബാക്കിലാണ് കസേര ഉണ്ടാകേണ്ടത്. മുന്നിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഖിയാമിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് മുന്നിലായിരിക്കും. അല്ല, നേരത്തെ ഇരുന്നാ നിസ്കരിക്കുന്ന, ഉദാഹരണത്തിന് നിൽക്കാൻ പറ്റൂല, നിന്നാൽ തലയുറ്റി വീഴും, ഇതിപ്പോൾ ഒരു പ്രതിസന്ധിയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് നിൽക്കാൻ കഴിവില്ലാത്തവനെ ഇരുന്ന് നിസ്കരിക്കുക. അപ്പോൾ നേരത്തെ ഇരിക്കുന്നവനാണെങ്കിലോ അവൻ്റെ കാലായി പരിഗണിക്കുക. യഥാർത്ഥത്തിൽ അവൻ്റെ ചന്തിയാണ് യഥാർത്ഥത്തിൽ അവൻ്റെ കാലായിട്ട് അവിടെ പരിഗണിക്കുക. അപ്പോൾ കസേര ഇടേണ്ടത് സൊഫിൻ്റെ നേരെയാണ്.
അവിടെ കാലല്ല പരിഗണിക്കുക, സൊഫിൻ്റെ നേരെയാണ് കസേര ഇടേണ്ടത്. അങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം എന്ന് കൂട്ടത്തിൽ പറയുന്നത്. അപ്പോൾ പിന്നെ പിന്നിലുള്ള ആളുടെ സൊഫ് മുറിയൂലേ, പിന്നിൽ ഒരു തൂണ് മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ സൊഫ് മുറിഞ്ഞ് അങ്ങേ പുറത്ത് നിൽക്കല്ലേ എന്നതുപോലെ തൽക്കാലം നിൽക്കേണ്ടി വരും. അവിടെ ഒരാളുടെ ഗ്യാപ്പ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ വല്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തും ചെയ്യാം. ഇത്രയൊക്കെ അതിന് പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊന്നും നേരായ വശങ്ങൾ ആലോചിക്കാതെ കണ്ടതുപോലെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ തിരുത്തി കൊടുക്കുമ്പോൾ തിരുത്താൻ തയ്യാറാകുന്ന നല്ല മനുഷ്യന്മാർ ധാരാളം. കണ്ണുനീരൊലിപ്പിച്ച് ഉസ്താദെ അറിഞ്ഞില്ല എന്ന് പറയുന്നു. ഒരാളോട് ഒരു ഉസ്താദ് ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞത്രേ, ഞാൻ 45 കൊല്ലമായി നിസ്കരിച്ച് ഇന്നാളെ മുന്നൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോൾ ഒരു പുതിയ നിക്കാരം പഠിപ്പിച്ച് വരുന്നതെന്ന്. അങ്ങനെയുള്ളവരും ഉണ്ടാവും, പറഞ്ഞത് കേൾക്കാത്തൊരു ടീം. അപ്പം അതുകൊണ്ട് സിറാത്തും മുസ്തഖീം തരണേ എന്ന് പറഞ്ഞാൽ, സുബഹിക്ക് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ പടച്ചവനെ എഴുത്തിക്കാത് പഴച്ചു നടക്കുന്ന ധാരാളം ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഈ പ്രസ്ഥാനം ആകെ 73 വിഭാഗമായി പൊട്ടിപ്പിളരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. എല്ലാവർക്കും അറിയാമല്ലോ ഈ സംഭവം. അതുകൊണ്ട് തന്നെ എല്ലാം പിഴച്ച കക്ഷികളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുന്നവർ തന്നെ 73 കക്ഷികളാകും. എന്നിട്ടോ 72 പിഴച്ചത്. ഒരൊറ്റ കക്ഷി മാത്രമേ സ്വർഗത്തിലുള്ളൂ. ആ കൂട്ടമാണ് ഇത്തിഖാദിലുള്ള സിറാത്തും മുസ്തഖീം. അതിലേക്ക് എത്തിക്കണേ. ധാരാ അറിയാനുള്ള ഒരു സുന്ദരമായ പോംവഴി ഞാൻ പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട അബൂ ഗാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ദിമഷ്കിലാണ്. അബ്ദുൽ മലിക്കിന്റെ ഭരണകാലഘട്ടത്തിൽ ഞാൻ ദിമഷ്കിൽ നിൽക്കുമ്പോഴാണ് ഖവാരിജുകൾ, ദീനിന്റെ അകത്തുള്ള ഇത്തിക്കണ്ണികള്, ഈ ഖവാരിജുകൾ, അന്നത്തെ ബിദ്അത്തുകാര്, അവരുമായി ഏറ്റുമുട്ടി. പലരും കൊല്ലപ്പെട്ടു. അവരുടെ തലകൾ അതാ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. എന്നിട്ട് ആ തലകൾ വലിയ കുന്തത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു, ഖവാരിജുകളുടെ തലകൾ. ഞാൻ അവിടെ പോയി നിന്നു. ആ കുന്തങ്ങളിൽ നാട്ടിവെച്ച മുഖങ്ങൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. തലകൾ, ആ കൂട്ടത്തിൽ ആ എണ്ണുന്ന തലകളിൽ എവിടെയെങ്കിലും ഞാൻ അറിയുന്ന തലകളുണ്ടോ നോക്കാൻ, ഞാൻ അറിയുന്ന ഏതെങ്കിലും മൗലവിയുടെ തല ആ കൂട്ടത്തിലുണ്ടോ നോക്കാൻ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കി. ഏത് ബിദ്അത്തുകാരന്റെ തലയാണ് അവിടെ ഉള്ളത് നോക്കാൻ. അങ്ങനെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ എന്റെ അടുത്ത് എന്നെ പോലെ കാഴ്ചക്കാരനായി എത്തിയിരിക്കുന്നു. ഫൈദ അബൂ ഉമാമത ഇൻദഹാ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു എന്റെ അടുത്ത് ഈ കാഴ്ച കാണാൻ വന്നിരിക്കുന്നു. ഈ തലകൾ നാട്ടിവെച്ചെടുത്ത് അദ്ദേഹവുമുണ്ട്, തലപ്രദർശനത്തിൽ വന്നിരിക്കുന്നു. എന്താ കാരണം? എന്നെപ്പോലെ തന്നെ നോക്കാൻ വേണ്ടി വന്നതായിരിക്കും. ഞാൻ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തേക്ക് നിന്നു. മഹാനവറുകളും ഇവിടെ ഉണ്ടല്ലേ. ചാരത്തേക്ക് നിന്നിട്ട് ഞാൻ ആ കുന്തങ്ങളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ അദ്ദേഹം എന്നോട് പറയുകയാണ്, അദ്ദേഹം എൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ്, ഞാൻ കേട്ടു, കിലാബുന്നാർ കിലാബുന്നാർ കിലാബുന്നാർ. നരകത്തിലെ പട്ടികൾ, നരകപ്പട്ടികൾ, നരകപ്പട്ടികൾ എന്ന് 3 വട്ടം പറഞ്ഞു. ഓ, എന്താ ഇത്ര കടുപ്പത്തിൽ പറയുന്നത്? അദ്ദേഹം തുടരുന്നു, ശർറു ഖത്ലാ തഹ്ത അദീമിസ്സമാ. ആകാശത്തിന് കീഴെ കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും വൃത്തികെട്ട ഡെഡ് ബോഡികള്, കൊല്ലപ്പെട്ടതിൽ ഏറ്റവും വൃത്തികെട്ട ശവങ്ങള്. ശർറു ഖത്ലാ തഹ്ത അദീമിസ്സമാ. ഇത്രത്തോളം വൃത്തികേടായിട്ട് കൊല്ലപ്പെട്ട ഒരു വിഭാഗം ഉണ്ടാകൂല, നാറികള് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, വമൻ ഖതലൂഹു, ഇവർ കൊന്നുകളഞ്ഞ മഹാന്മാർ. വമൻ ഖതലൂഹു, ഇവർ കൊന്നുകളഞ്ഞ മുസ്ലിമീങ്ങളുണ്ടല്ലോ, അവരെ പറ്റി പറയാൻ, ഖൈറു ഖത്ലാ തഹ്ത അദീമിസ്സമാ. ഇവരുടെ വെട്ടേറ്റ് മരിച്ച മഹാന്മാർ, അവർ ആകാശത്തിന് കീഴെ കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും നല്ലവരാണ്, ഷഹീദായവരിൽ ഏറ്റവും നല്ലവർ. ഇങ്ങനെ ബഹുമാനപ്പെട്ടവർ അവരെ പറ്റി ഇത് 3 വട്ടം പറഞ്ഞു. ശർറു ഖത്ലാ തഹ്ത അദീമിസ്സമാ വമൻ ഖതലൂഹു ഖൈറു ഖത്ലാ തഹ്ത അദീമിസ്സമാ. ആദ്യം കിലാബുന്നാർ 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 3 വട്ടം പറഞ്ഞു. പിന്നെ ഇത് 3 വട്ടം പറഞ്ഞു. എന്നിട്ട് സുമ്മസ്തബ്ക, എന്നിട്ട് അവിടുന്ന് അങ്ങ് അതാ കരഞ്ഞു. ബഹുമാനപ്പെട്ടവരങ്ങ് കരഞ്ഞു. പൊട്ടിക്കരഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, യാ അബാ ഉമാമത മാ യുബ്കി. അബൂ ഉമാമ, നിങ്ങൾ എന്തിനാ കരയുന്നത്? ഈ പഹയന്മാരുടെ റൂഹ് പോയി, ഇവർ കൊല്ലപ്പെട്ട്
ഈ കോലത്തിൽ ഇസ്ലാമിന്റെ ഇസ്സത്ത് പ്രദർശിപ്പിക്കപ്പെടുമ്പോ പിന്നെ നിങ്ങൾ കരയണോ? ഇവരെ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞ വിഭാഗം, ഇവരെ പറ്റി നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, കിലാബുന്നാർ ശർറു ഖത്ലാ തഹ്ത അദീമിസ് സമാ. പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ കരയാതിരിക്കോ മോനെ? ഈ ഒരു സംഗതി നമുക്കും വേണം. ഒരാൾ പിഴച്ചു പോകുമ്പം സന്തോഷമല്ല വേണ്ടത്, അയാളുടെ കാര്യത്തിൽ വേദനിക്കണം. മോനെ, ഞാൻ എങ്ങനെയാ കരയാതിരിക്കുക? ഈ മനുഷ്യന്മാർ കാനു അലാ ദീനിന, അവരും നമ്മുടെ ദീനിലായിരുന്നില്ലേ? എന്റെ വാപ്പായുടെ മോൻ തന്നെയായിരുന്നല്ലോ എന്റെ അനുജൻ, എന്റെ വാപ്പായുടെ മോൻ തന്നെയായിരുന്നല്ലോ എന്റെ ജേട്ടൻ. അവനും ഞാനും ഒക്കെ ഒരൊറ്റ ഉമ്മക്കും വാപ്പക്കും ജനിച്ചവനാണല്ലോ. ഞങ്ങളൊക്കെ ഒരുമിച്ച് ക്ലാസ്സിലിരുന്ന് പഠിച്ചവരാണല്ലോ, ഒരു നാട്ടുകാരാണല്ലോ. കാനു അലാ ദീനിന സുമ്മ ദക്കറത്തു മാഹും സായിറൂന ഇലൈഹി ഗദാ. നമ്മളെ മതത്തിൽ നമ്മുടെ കൂടെ പ്രവർത്തിച്ചവർ പിന്നെ വ്യതിയാനം സംഭവിച്ചപ്പോൾ അവർ നാളെ ആയിത്തീരാൻ പോകുന്ന, അവർക്ക് എത്തിത്തീരാൻ പോകുന്ന ദുർഗതിയെക്കുറിച്ച് ആലോചിച്ചു പോയി മോനെ. അപ്പോൾ കരഞ്ഞുപോയതാണ്. അപ്പോൾ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട അബൂ ഗാലിബ് തങ്ങൾ ചോദിക്കാൻ, അബൂ മാമ ശൈഅൻ തഖൂലുഹു ബിറഅയിക അം ശൈഅൻ തഖൂലുഹു അം ശൈഅൻ സമിഅതഹു മിൻ റസൂലില്ലാഹ്. ഇത് നിങ്ങൾ സ്വന്തം അഭിപ്രായം തട്ടിവിടേ അതോ മുത്തുനബിയിൽ നിന്ന് കേട്ടിട്ട് പറയാണോ? ഇത് ഏറ്റവും വൃത്തികെട്ടവരായ ഇവർ കൊന്നുകളഞ്ഞ മഹാന്മാർ ഏറ്റവും ഉത്തമരുമാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. ഇവർ നരകത്തിലെ പട്ടികളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞവരാണല്ലോ ഇവരും. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇത് നിങ്ങൾ പറഞ്ഞത് റസൂലുള്ളാഹ് പറഞ്ഞത് കേട്ടിട്ട് തന്നെയാണോ? ഉടനെ എന്നോട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലൗലം അസ്മഉഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ മറത്തൻ ഔ മറത്തൈനി ഔ സലാസൻ ഇല സബ്. മോനെ, ഇത് ഞാൻ റസൂലുള്ളാഹിൽ നിന്ന് ഒരു വട്ടല്ല, രണ്ടു വട്ടല്ല, മൂന്ന് വട്ടല്ല, മോൻ 7 വരെ പറഞ്ഞു മഹാനവറുകൾ. 7ഓളം തവണ ഞാൻ കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ മാഹദ്ദസ്തുകുമോ, ഈ ഹദീസ് ഞാൻ നിങ്ങളോട് പറയൂലായിരുന്നു. അപ്പൊ അത്രയും തവണ ആവർത്തിച്ച് കേട്ടതുകൊണ്ടാ പറയുന്നത്. ആലു ഇമ്രാൻ സൂറയിൽ നീ ഓതിയിട്ടില്ല മോനെ? യൗമ തബിയല്ലു വജൂഹുൻ വതസ്വദ്ദു വജൂഹ്. ചില മുഖങ്ങൾ കറുക്കുകയും ചില മുഖങ്ങൾ വെളുക്കുകയും ചെയ്യുമെന്ന് കേട്ടിട്ടില്ലേ? ആ വെളുക്കുന്ന മുഖങ്ങൾ ആരാന്നറിയോ? വ അമ്മല്ലദീന ബിയല്ലതു വജൂഹുഹും ഫഫീ റഹ്മത്തില്ലാഹി ഹും ഫീഹാ ഖാലിദൂൻ എന്ന് ആലു ഇമ്രാനിന്റെ 106 മറ്റേതും 107 തൊട്ടടുത്തതും ഈ ആയത്തുകൾ നീ ഓതിയിട്ടില്ലേ? അതാരാന്നറിയോ? അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. ആ വെളുക്കുന്ന മുഖം, ഇരുണ്ടുപോകുന്ന മുഖം അഹ്ലുൽ ബിദ്അത്തി വൽ ദലാലയാണ്. അത് നിനക്കറിയൂലേ? എന്നിട്ട് പറഞ്ഞു, ഈ ആയത്തോതിയിട്ട് റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ഇഖ്തലഫത്തിൽ യഹൂദു അലാ 71 ഫിർഖ. ജൂതർ 71 വിഭാഗമായി. 70 മിനന്നാർ വ വാഹിദത്തും ഫിൽ ജന്ന. 70 നരകത്തിലാണ്, 1 മാത്രം സ്വർഗത്തിൽ. വഖ്തലഫത്തിൻ നസ്വാറ, തൊട്ടുപിറകിൽ നസാറാക്കൾ, ക്രിസ്ത്യാനികൾ, അവർ 72 ഫിർഖ, 72 വിഭാഗമാകും. 71 ഫിർഖ ഫിന്നാർ, 71 നരകത്തില്, 1 മാത്രം സ്വർഗത്തിൽ. വവാഹിദത്തും ഫിൽ ജന്ന. എന്നാൽ അതിൻ്റെയും ശേഷമുള്ള എൻ്റെ ഉമ്മത്ത് വതഖ്തലിഫു ഹാദിഹിൽ ഉമ്മത്തു അലാ 73 ഫിർഖ, 73 വിഭാഗമായി പൊട്ടിപ്പിളരും. 73 വിഭാഗമായി പൊട്ടിപ്പിളരും. ഇസ്നതാനി വസബഊന ഫിന്നാർ, 72 നരകത്തിലാണ്. വവാഹിദത്തും ഫിൽ ജന്ന, ഒറ്റ ഒന്നേ സ്വർഗത്തിലുണ്ടാകും. ഇത് റസൂലുള്ളാഹിയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളന്ന് ചോദിച്ചു, അബൂ ഉമാമ പറയാൻ, ഫഖുൽനാ ഇൻ അത്തുഹും ലനാ യാ റസൂലല്ലാഹ്. നബിയെ, ഞങ്ങളാകെ ആശയക്കുഴപ്പത്തിലാകൂലേ, കൺഫ്യൂഷൻ ആകൂലേ? നബിയെ, ആകെ കൺഫ്യൂഷനിലാകും. ഒന്ന് പറഞ്ഞു തരുമോ തങ്ങളെ? അവരുടെ വസ്ഫ് ഒന്ന് പറഞ്ഞു തരുമോ? അവരെ ഞങ്ങൾക്കൊന്ന് വർണ്ണിച്ചു തരുമോ? റസൂലുള്ളാഹി തങ്ങൾ അന്ന് പറഞ്ഞു, ഖാല അസ്സവാദുൽ അഅ്ളം, അസ്സവാദുൽ അഅ്ളം, അസ്സവാദുൽ അഅ്ളം. മഹാഭൂരിപക്ഷം എവിടെയാണോ അത് തന്നെയാണ് അഹ്ലുസുന്ന. അസ്സവാദുൽ അഅ്ളം പ്രത്യക്ഷ തെളിവായിട്ട് റസൂലുള്ളാഹി ഞങ്ങൾക്ക് ചൂണ്ടിത്തന്നതാണ്. ഞാൻ പറയുന്നു, ഏതാ സത്യത്തിന്റെ അഹ്ലുകാർന്ന് തിരിച്ചറിയാൻ നബി തങ്ങളുടെ ഈ പ്രഖ്യാപനം പോരെ? മുഖ്യധാരയിൽ നിന്ന് അകന്നു നിൽക്കണോ നമ്മള്? ഏതാണ് സുന്നി അസുന്നി? ഇതെന്താണ് ഇതിന്റെ അടിസ്ഥാന വ്യത്യാസം? പണ്ഡിതന്മാർ എഴുതുന്നു, മദ്ഹബ് അംഗീകരിക്കുന്നവൻ, അംഗീകരിക്കാത്തവൻ.
മദ്ഹബ് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും ലോകാടിസ്ഥാനത്തിൽ കണക്ക് നോക്കിയാൽ വളരെ ചെറിയ ശതമാനം, 2% മാത്രമേ മദ്ഹബ് അംഗീകരിക്കാത്തവർ ലോകത്തുള്ളൂ. അല്ലാത്തവരൊക്കെ 4/1 മദ്ഹബ് അംഗീകരിക്കുന്നവരാണ്. അസ്സവാദുൽ ആദം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകാടിസ്ഥാനം, കേരളത്തിൽ പിന്നെ നോക്കാനുമില്ലല്ലോ, കേരളത്തിൽ പറയാനുമില്ല, വിദ്യാർത്ഥിക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. അതേസമയം അഹ്ലുസുന്ന അതൊരു ശക്തമായ ടീമാണ് അല്ലേ. അതിൽ ഷാഫികളുണ്ടാവും, ഹനഫികളുണ്ടാവും, ഹംബലികളുണ്ടാവും, മാലിക്കികളുണ്ടാകും. ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ 2ഉം 3ഉം ഒക്കെ ഉണ്ടാകും. എല്ലാം അടിസ്ഥാനപരമായ ഒന്നാണ്. അസ്സവാദുൽ ആദം, അസ്സവാദുൽ ആദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുഖ്യധാര ഇവിടെ അതാണ് കേട്ടോ സത്യത്തിന്റെ ടീം. പിന്നെ നമ്മൾ എന്തിനാ അങ്ങുമെങ്ങും പറന്നു പോകേണ്ട കാര്യം? നമുക്ക് ഉറപ്പിക്കാൻ അത് തന്നെ പോരെ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ ചേർക്കണേ. ഈ സിറാത്തുൽ മുസ്തഖീം ഏതാണ് എന്ന ഞാൻ പറഞ്ഞല്ലോ. സിറാത്തുൽ മുസ്തഖീം അത് വളരെ വ്യാപകമായ അർത്ഥതലമുണ്ട് അതിനെന്ന് പറഞ്ഞു. അത് ചെറിയ അർത്ഥമല്ല. അപ്പോ സുബഹിസ്കരിക്കുന്ന സമയത്ത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഈ കക്ഷികളിലൊന്നും തന്നെ കൊടുക്കരുത്, അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ മെമ്പറാക്കണം എന്നതിനർത്ഥമുണ്ട്. അതുപോലെ കച്ചവടത്തിന് പോകുന്നയാൾ, കച്ചവടക്കാരൻ സുബഹിസ്കരിക്കുമ്പോൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അതിന് എന്തു അർത്ഥമുണ്ട്? എൻ്റെ നിസ്കാരം ശരിയാക്കി തരണം, ഈമാൻ ശരിയാക്കി തരണം, സ്വഭാവം നന്നാക്കി തരണം എന്നൊക്കെ അർത്ഥമുള്ളതുപോലെ പടച്ചോനെ ഇന്നത്തെ കച്ചവടത്തിൽ ആരും പറ്റിക്കാതിരിക്കണം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം അതിനർത്ഥമുണ്ട്. അതാണ് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എല്ലാ നിഖില മേഖലകളെയും ടച്ച് ചെയ്യുന്നു ഈ പ്രാർത്ഥന, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. കച്ചവടത്തിൽ ഒരു സിറാത്തുൽ മുസ്തഖീം ഉണ്ട്. അതേസമയം തുറുഖ് മുഅ്വജ, വളഞ്ഞു തിരിഞ്ഞ വഴികൾ ധാരാളമുണ്ട്, അതിലേക്ക് പോകരുത്. ത്വരീഖും മുസ്തഖീമിലൂടെ വരണം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇനി എന്താണ് ഈ സിറാത്തുൽ മുസ്തഖീം? സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കണേ എന്ന് പറയുമ്പോൾ എല്ലാവരും വാദിക്കും, ഞങ്ങളെ വഴിയാ സിറാത്തുൽ മുസ്തഖീം അല്ല എന്നുള്ളതിന് പ്രത്യക്ഷമായൊരു തെളിവ് ഞാൻ പറഞ്ഞു. ഇനി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തു തഅലീമിൽ മസലയാണല്ലോ, ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണ്. അതെ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ് നിർത്തല്ല വേണ്ടത്. പടച്ചോനെ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും നേരായ വഴിയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ. അങ്ങനെ പലപ്പോഴൊക്കെ നമ്മൾ പ്രസംഗത്തിന് ശേഷം ദുആ കേൾക്കും, അവിടെ നിർത്തരുത്. എന്തും കൂടെ ദുആ ഇറക്കണം. അഥവാ കഴിഞ്ഞുപോയ മഹാന്മാർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ അവരൊക്കെ ജീവിച്ച പാതയിലേക്ക് ചേർക്കണേ, അതും കൂടെ പറയണം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം കഴിഞ്ഞിട്ട് എന്നാൽ വ്യതിയാന ചിന്താഗതിക്കാരുടെ പ്രാർത്ഥനയിൽ ഇതുണ്ടാവൂല. കാരണം അവരെയൊന്നും കണ്ടുകൂടാ, അവരോടൊക്കെ വെറുപ്പാ. ഇവർ മാത്രം സ്വർഗത്തിന്റെ ഒരു മൂലയിൽ, ഇവർക്ക് പേടിയാവൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, വളരെ ചെറിയ ന്യൂനപക്ഷം, എന്നിട്ട് ബാക്കിയുള്ളവർ മുഴുവനും നരകത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാറുകളെ കൊണ്ട് ബറക്കത്തെടുത്ത അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നരകത്തിൽ. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുമതിയുണ്ടെങ്കിൽ മാത്രമേ സഹാബത്ത് കാര്യങ്ങൾ ചെയ്യൂ. തറാവീഹ് 20 റക്അത്തായി ജമാഅത്തായി നിർവഹിച്ച ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ നരകത്തിൽ, അവർക്കൊന്നും നീന്തിരിഞ്ഞിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജുമാക്ക് 2 ബാങ്കുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നെഞ്ചിന്റെ താഴെയാണ് കൈകെട്ടിയത് എന്ന് ഹദീസിൽ വ്യക്തമാണ്, അവരെ മാറ്റി നിർത്തി. ഇനി എവിടെന്നാ ഇവർക്ക് പാരമ്പര്യം അവകാശപ്പെടാനുള്ളത്? അള്ളാഹു പറയുന്നു ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അതായത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, പടച്ചവനെ നീ അനുഗ്രഹിച്ചവരുടെ പാതയിലേക്ക്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ പാതയിലേക്ക് ഞങ്ങളെ നീ ചേർത്തു തരണേ. അല്ലാഹ്, നീ അനുഗ്രഹിച്ചവരുടെ പാതയിലേക്ക് ചേർത്തു തരണം. അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഏതാ ഈ വലൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിനിരയാവാത്ത, നിന്റെ കോപത്തിനിരയായവരുടേതല്ലാത്ത റൂട്ട്, അതിന് തീർത്തും വ്യത്യസ്തമായ റൂട്ട്, അതാണ് ലൽ മഗ്ദൂബി അലൈഹിം എന്ന് പറയാതെ ഗൈരി എന്ന് തന്നെ പറയാൻ കാരണം എന്ന് പണ്ഡിതന്മാർ പറയുന്നു. പൂർണ്ണമായി അതിനോട് എതിരാവണം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിനിരയായവരുടെ റൂട്ടിനോട് എതിരായ റൂട്ട്. വലദ്ദാലീൻ, പിഴച്ചവരുടെ ടീമിലേക്കുമല്ല. പടച്ചവനെ അതിനെ തൊട്ടൊക്കെ ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാഹ്. ആമീൻ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ. ഇവിടെ ഈ വിഷയം നമ്മളിവിടെ സംസാരിക്കുകയാണെങ്കിൽ
എത്ര സമയം കിട്ടിയാലും മതിയാകൂല. സിറാത്ത് അല്ലദീന അൻഅംത അലൈഹിം, ആദം നബി തൊട്ട് നമ്മുടെ അടുത്ത കാലത്ത് വരെ നമുക്ക് സുസമ്മതരായ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വരെ നീണ്ടുകിടക്കുന്ന ആ ഒരു പരമ്പര നമ്മൾ പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഞെട്ടിപ്പോകും. കാരണം അവരൊക്കെ അനുഷ്ഠിച്ചിട്ടുള്ള ഒരു നല്ല മാർഗം അത് വിട്ടിട്ടാണ് ബിദ്അത്തുകാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാ അല്ലേ? ഇന്ന് നമ്മളെ ആ തനതായ പ്രസ്ഥാനത്തിന്റെ രൂപവും ആ തനതായ പ്രസ്ഥാനത്തിന്റെ ശൈലിയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളും ആ മഹാന്മാരെ ഉദ്ധരിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളും അതുപോലെ തന്നെ ഖമറുൽ ഉലമ ശൈഖുനയും അവരുടെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനം SYS എല്ലാ അർത്ഥത്തിലും ഞാൻ പറയുന്നു, നിങ്ങളുടെ ആദർശബോധം നിലനിൽക്കണം. ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. എങ്കിലേ ആഖിറത്തിൽ രക്ഷപ്പെടൂ. നമ്മളിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളെ കാണുമ്പോൾ നമ്മൾ വേദനിക്കേണ്ടതുണ്ട്. ബിദ്അത്തിന്റെ കൂടാരങ്ങളിലേക്ക് ചേക്കേറുന്നവർ, ബിദ്അത്തിൽ കിടന്ന് നിരങ്ങിക്കളിക്കുന്നവർ, ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത വേദനയാണ്. ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലോണം ആലോചിച്ചിട്ട് വേണം, ശരിക്കാലോചിച്ചിട്ട് വേണം നമ്മൾ നീങ്ങാൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നീ അനുഗ്രഹിച്ചവരുടെ റൂട്ടിലേക്ക് എന്ന് പറയുമ്പോൾ അള്ളാഹ് അനുഗ്രഹിച്ചത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെടാൻ അപ്പോഴും വരുമല്ലോ ആളുകള്. സിറാത്തുൽ മുസ്തഖീം ഞങ്ങളാന്ന് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹു അനുഗ്രഹിച്ചതും ഞങ്ങളാന്ന് പറയാൻ വിഷമമുണ്ടോ? വിഷമമില്ല. അപ്പോൾ എന്തു ചെയ്യണം? അള്ളാഹ് അനുഗ്രഹിച്ചതാരാന്ന് അള്ളാഹ് തന്നെ വെട്ടിത്തുറന്ന് പറയുന്നു. ഖുർആനിൽ തന്നെ കാണാം, വമൻ യുതിഇല്ലാഹ വറസൂല فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. സൂറത്തുൻ നിസാ, ആ സൂറത്തുൻ നിസാഇന്റെ 69-ാമത്തെ ആയത്ത്. എന്താണ് ഈ ആയത്തിലുള്ളത്? അല്ലാഹ് പറയാ, വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും പൂർണ്ണമായി അംഗീകരിക്കുന്നത്, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ് നാളെ സ്വർഗ്ഗത്തിൽ അവര്. ആരായി അല്ലാഹ് അനുഗ്രഹിച്ചവർ? അത് പറയാനാ ഈ പറഞ്ഞു വരുന്നത്. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അമ്പിയാക്കളാണ്, സുദ്ദീഖീങ്ങളാണ്, രക്തസാക്ഷികളാണ്, വസ്സാലിഹീൻ, സാലിഹീങ്ങളാണ്. ഈ പട്ടികയിൽ ഞാൻ ചോദിക്കട്ടെ, അമ്പിയാക്കളുടെ പട്ടിക എന്ന് പറഞ്ഞതിൽ അമ്പിയാക്കൾ കൊണ്ടുവന്ന എല്ലാ കാര്യവും അതാ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസത്തിൽ അത് മുഴുവനും ഉണ്ട്, അടങ്ങിയിട്ടുണ്ട്. ഓരോന്നിങ്ങനെ പറയണം. ഓരോ നബിമാരും മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് വെള്ളത്തിന് അർത്ഥിച്ചു. ആര്? തൻ്റെ സമൂഹം. മൂസാ നബിയെ വെള്ളം തരണം, പാറപ്പുറത്തടിച്ചിട്ട് വെള്ളം അങ്ങോട്ട് കൊടുത്തു. അപ്പോ സമുദായം കുടുങ്ങിയാൽ, അവർക്ക് പ്രയാസങ്ങൾ വരുമ്പോ അവരത്താണിയായി കണ്ടത് അവരുടെ നബിയെയാണ്. ഈ ശൈലിയെ വിമർശിക്കുന്നവൻ നബിമാരുടെ റൂട്ടിലല്ല. യൂസുഫ് നബി അലൈഹി സ്വലാമിന് അപകടങ്ങൾ നേരിടരുതെന്ന് കരുതിയിട്ട് ഇബ്രാഹിം നബി അന്ന് തീക്കുണ്ടാരത്തിൽ നിന്ന് കയറി വരുമ്പോ ജിബ്രീൽ നൽകിയ കുപ്പായം ഇബ്രാഹിം നബി ഇസ്ഹാഖ് നബിക്ക് കൈമാറി. ഇസ്ഹാഖ് നബി ആ കുപ്പായം അനന്തരമെന്ന നിലക്ക് യാക്കൂബ് നബിക്ക് കൈമാറി. അതിനൊക്കെ കാരണങ്ങളുണ്ട്. വേറെ മക്കളിലേക്ക് പോയില്ല. കാരണം ഒരത്യാവശ്യ ഘട്ടത്തിൽ ഈ കുപ്പായം കിട്ടേണ്ട കുഞ്ഞൻ, ആ കുഞ്ഞൻ ഇരിക്കുന്നത്, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇരിക്കുന്നത് ഇസ്ഹാഖിന്റെ മുതുകിലാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനാണ് യൂസുഫ് അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അതാ ഏലസാക്കി കെട്ടിത്തൂക്കി കൊടുത്തു ഈ കുപ്പായം ശരീരത്തിൽ. അതിന്റെ ഭാഗമായി കിണറ്റിലെറിഞ്ഞപ്പോ, ഷർട്ട് പോലും ഊരിയിട്ട് ഇക്കാക്കമാര് കിണറ്റിലെറിഞ്ഞപ്പോ ജിബ്രീൽ വന്ന് തന്റെ ദേഹത്തിലുള്ള ഏലസ് പൊട്ടിച്ചപ്പോ അതാ ഒരു കുപ്പായം, ആ കുപ്പായം ധരിപ്പിച്ചു കൊടുത്തു. യൂസുഫ് നബിയുടെ ജീവിത വിജയം, അതിന്റെ രഹസ്യം മുഴുവനും, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വിജയ രഹസ്യം മുഴുവനും ഈ കുപ്പായത്തിലാ കിടന്നത്. അപ്പോൾ മഹാന്മാര് തൊട്ടതിനും മഹാന്മാര് കൈമാറിയതിനും ബറക്കത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അവർക്കേ സുന്നികളാവാൻ പറ്റൂ. അതാണ് അമ്പിയാക്കളുടെ റൂട്ട്. ഇങ്ങനെ ഓരോന്നും പറയാം, സമയം വേണം. അമ്പിയാക്കള് സുദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞു. അബൂബക്കറിന് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു സുദ്ദീഖാൻ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് സുദ്ദീഖാൻ.
ഉസ്മാൻ ബിൻ അഫ്ഫാൻ സിദ്ദീഖാൻ, അലി ഇബ്നു അബി ത്വാലിബ് സിദ്ദീഖാൻ. അവരെ തള്ളിയ ചിത്രം ഞാൻ നേരത്തെ കേൾപ്പിച്ചു. സിദ്ദീഖീങ്ങളുടെ പാരമ്പര്യം ഇവർക്കില്ല. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം അവകാശപ്പെടാൻ എന്ത് ന്യായമുണ്ട്? ശുഹദാക്കളുടെ ലിസ്റ്റ്, ആ ശുഹദാക്കളുടെ ലിസ്റ്റ് എടുത്താലും ഇപ്പറഞ്ഞവർ, കൂടുതൽ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് അങ്ങനെ പറയുന്നത്, ഇത് തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാത്തവരൊക്കെ ശുഹദാക്കളല്ലേ, കൊല്ലപ്പെടല്ലേ ചെയ്യുന്നത് അവസാനമായിട്ട്. ഈ ഖലീഫമാരൊക്കെ ഇവരെ മാറ്റി നിർത്തിയിട്ടൊരു ശുഹദാക്കളുണ്ടോ? ഇവരെ മാറ്റി നിർത്തിയിട്ടൊരു സിദ്ദീഖീങ്ങളുണ്ടോ? പിന്നെ പിൽക്കാലത്ത് ഓരോ മഹാന്മാരും ചെയ്തു കാണിച്ചത്, സ്വഹാബത്ത് ചെയ്തു കാണിച്ചിട്ടുള്ള അടങ്ങാത്ത പ്രവാചക സ്നേഹം, ആ പ്രവാചക സ്നേഹത്തെ കുഴിവെട്ടി മൂടലല്ലേ ഇവരുടെ സംസ്കാരം. ഞാൻ പറയുന്നത് പെട്ടുപോകാൻ പാടില്ല. വളരെ ഗൗരവത്തോടെ ആലോചിച്ചോ. സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഇന്നലെ മിനിയാന്ന് വരെ നമ്മൾ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ കണ്ട ആളുകൾ. അതാ ഞാൻ പ്രത്യേകം മനഃപൂർവ്വം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ പറഞ്ഞത്. താജുൽ ഉലമയുടെ ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ടവരുടെ ജീവിതകാലത്ത് താജുൽ ഉലമയെ ഇങ്ങോട്ടും അങ്ങോട്ടും വല്ലാതെ ഉസ്താദ് എന്ന നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിച്ചു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണിച്ച ശൈലി തന്നെ അല്ലേ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ ഇങ്ങോട്ട് ആദരിച്ചപ്പോൾ എന്തിനാണ് എന്നെ ആദരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മോനെ, ഈ എന്നെ ആദരിക്കുന്നത്, നിങ്ങളെ ആദരിക്കുന്നത് തങ്ങൾ കുട്ടിയെ കൊണ്ട് എങ്ങനെ പെരുമാറണമെന്ന് ഹബീബ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര ചെറുതാണെങ്കിലും നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നറിയാം. തിരിച്ചിങ്ങോട്ട് ആദരിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, പണ്ഡിതന്മാരോട് എങ്ങനെ പെരുമാറണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഇസ്സത്ത്. ഉലമാക്കള് സയ്യിദന്മാരെ ആദരിക്കുന്നു. സയ്യിദന്മാര് അവർക്ക് ആദരിക്കാൻ പറ്റുന്ന ഉലമാക്കളെ അവർ ആദരിക്കുന്നു. ഉലമാക്കള് സയ്യിദന്മാരെയും സാദാത്യങ്ങൾ ഉലമാക്കളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിക്കുന്ന ചുറ്റുപാട്, ഇത് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഇസ്സത്ത്. ഇത് നമുക്ക് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഇതിനെ ഒന്നും ചെറുതായി കാണാൻ പറ്റില്ല. ഇതൊന്നും ചെറുതായി കാണാൻ പറ്റില്ല. ഇത് ഗൗരവത്തിലെടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന ഓരോ വിഷയങ്ങളും. അപ്പൊ ആ സ്വാലിഹീങ്ങളുടെ റൂട്ടൊന്നിങ്ങനെ പരതി നോക്ക്. താബിഈങ്ങൾ വരെയുള്ളവർക്ക് അല്ലാഹു തആല ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിട്ടതല്ലേ? കാരണം അവരുടെ അടുത്ത് കുഴപ്പങ്ങളില്ല എന്നുള്ളത് കൊണ്ടാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻ. അത് അല്ലാഹ് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു വിട്ടതാ. അല്ലാഹ് അവരെയും പൊരുത്തപ്പെട്ടു, ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടു. ആര്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. പിന്നെ നമ്മൾ പറയുന്നതാണല്ലോ ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവിന്റെ കോപത്തിനിരയാവാത്തവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രീതി നേടിയവർ. അവരാണ് കോപത്തിനിരയാവാത്തവർ, അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിച്ചവർ. ആരാ? പടച്ചവന്റെ ഇഷ്ടം സമ്പാദിച്ചവർ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിറുകളും അൻസാറുകളുമായ ഒന്നാം തലമുറ തന്നെയാണ്. അതിനെ ധിക്കരിക്കാൻ പാടില്ല. സൂറത്തുൽ വാഖിയ അല്ലാഹ് പറഞ്ഞില്ലേ, വസ്സാബിഖൂന സാബിഖൂൻ. സാബിഖീങ്ങൾ തന്നെ. നേരത്തുള്ളവർ തന്നെ. അവരെക്കാൾ നമ്മൾ എത്ര വലുതായി എന്ന് തോന്നിയാലും നമ്മുടെ നാക്കടക്കി വെച്ചോളണം. അതാണ് വിഷയം. ഇത് പലപ്പോഴും നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ്. ഞാൻ പറയുന്നു, കേരളത്തിൽ ഒരുപാട് പ്രഭാഷകർ തകർന്നു പോകാനുള്ള പ്രധാന കാരണം അതായിരുന്നു. കഴിഞ്ഞകാല ആലിമീങ്ങൾ അധിക്ഷേപിച്ചു. എന്തെങ്കിലും അവന്റെ അന്വേഷണത്തിൽ ഒരു പുതിയ കാര്യം കണ്ടെത്തുമ്പോഴേക്ക് ആളായിട്ട് പഴയകാല ആലിമീങ്ങൾ പഠിച്ചില്ല, അന്വേഷിച്ചില്ല, അറിഞ്ഞില്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ. എന്നാൽ ഇത്രയും അധികം സൗകര്യങ്ങളുള്ള കാലഘട്ടത്തിൽ അവർ നോക്കിക്കണ്ടതിൻ്റെ, അവർ മനസ്സിലാക്കിയതിൻ്റെ 100-1, 1000-1 കണ്ടെത്താൻ ഇന്നത്തെ ഈ സൗകര്യക്കാർക്ക് സാധിച്ചിട്ടില്ല. അതിനെന്ത് ചെയ്യണം? അവരുടെ കുത്തുബ്ഖാനകളിൽ ചെന്നിരിക്കണം. അഹ്മദ് ഷാലിയാത്തിയുടെ കുത്തുബ്ഖാനയിൽ ചെന്നിരിക്കണം. അതുപോലെ തന്നെ നമുക്കിടയിൽ ജീവിച്ചുപോയ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ഉസ്താദിന്റെ കുത്തുബ്ഖാനയിൽ തൊട്ടടുത്ത ദിവസം ചെന്നിരുന്നപ്പോൾ അത്ഭുതം തോന്നി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനൊക്കെ ആ മനുഷ്യൻ ജീവിതത്തിൽ സമയം കണ്ടത് വല്ലാത്ത ഒരു അത്ഭുതമല്ലേ? ഓരോ കിതാബുകളിലും കലമെത്തിയിരിക്കുന്നു. എല്ലാ കിതാബുകളും വളരെ കൃത്യമായിട്ട് തൻ്റെ കൈപ്പട കൊണ്ട് നന്നാക്കി വെച്ചിരിക്കുന്നു. ഇതൊക്കെ ചെറിയ സേവനാണോ? അന്ന് ഇന്നത്തെ പോലെയല്ല. ഇന്ന് എനിക്ക് ഈ വിഷയം അവതരിപ്പിക്കാൻ സുഖാണ്. ഇത് അവതരിപ്പിക്കാൻ സുഖാണ്. ഞാൻ വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറകളും
അവതരിപ്പിക്കുന്ന സമയത്ത്, ഔദ്യോഗികമായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു 10-36 തഫ്സീറുകളുടെ സഹായത്തോടെയാണ് ഞാൻ അത് അവതരിപ്പിക്കാറുള്ളത്, സ്വന്തം അഭിപ്രായം വരരുത് എന്ന് കരുതിയിട്ട്. പക്ഷേ ഇത് വലിയൊരു സംഭവമാണോ? കാരണം എന്താ, എനിക്കെൻ്റെ കൈവിരലിൽ ഞെക്കിയാൽ 36 തഫ്സീറും മറിച്ചിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. അന്ന് അങ്ങനെയല്ല. ആ കാലഘട്ടത്തിൽ ഇവരിത് ഒപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ? ഒരു തഫ്സീർ ഇവിടെയാണെങ്കിൽ അടുത്ത തഫ്സീർ ഉള്ളത് ഡൽഹിയിലാണ്. അവിടെ പോവുകയാണ് അത് കാണാനായിട്ട്, ഇത് എത്തിപ്പിടിക്കാനായിട്ട്. ഒരു കിതാബുള്ളത് കോഴിക്കോടാണ്, അടുത്ത കിതാബുള്ളത് മലപ്പുറത്താണ്. മലപ്പുറത്ത് നിന്ന് ചാലിയത്തേക്ക് പോവുകയാണ് കിതാബ് നോക്കാന്. അതിന് സമയം കണ്ടെത്താണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവരുടെ അടുത്തേക്കൊന്നും നമുക്ക് എത്താൻ കഴിയൂല കേട്ടോ. സാബിഖീങ്ങൾ തന്നെ. അതുകൊണ്ട് അവരെക്കാൾ മുമ്പിൽ നടക്കാനുള്ള ശ്രമം നടത്തണ്ട, ഒപ്പത്തിനൊപ്പം കുലുക്കി നടക്കാനും നോക്കണ്ട, പിന്നോട്ട് നിന്നോളണം. അതാണ് അദബ്. ഒപ്പത്തിനൊപ്പം കുലുക്കി നടക്കരുത്, അവരുടെ പിന്നാമ്പുറത്ത് നിന്നിട്ട് പോകുക. അതിനുള്ള യോഗ്യതയെ ഈ കാലഘട്ടത്തിലുള്ള നമുക്കുള്ളൂ എന്ന കാര്യം ഉറപ്പാണ്. അതിൽ നമ്മൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതെ ആവശ്യമില്ലാതെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒരിക്കലും ഗുണകരമല്ല. മഹാന്മാരെ മുഴുവൻ ആദരിക്കുക. കഴിഞ്ഞു പോയവരെ അവർ കഴിഞ്ഞുപോയി എന്നൊരു മഹത്വം അവർക്ക് വില വെക്കണം. ഇനി ഈ പിൽക്കാലത്തുള്ളവൻ്റെ ക്രെഡിറ്റ് പവർ ഇല്ലാന്ന് വെക്കുക, എന്നാലും അതങ്ങനെ വകവെച്ചു കൊടുക്കണം. അതുകൊണ്ടാണല്ലോ ഇബ്നു മാലിക് പറഞ്ഞത് അതാ സമ്മതിച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പ് പോയി എന്നുള്ള നിലക്ക് വസാബിഖൂൻ ക്രെഡിറ്റ് അവകാശപ്പെടുത്തിയ ആൾ തന്നെയാണ് ഇബ്നു മുഅ്തി എന്ന് പറഞ്ഞിട്ടാണല്ലോ അത് അത് വകവെച്ചു കൊടുക്കാൻ. കേട്ടോളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് പോരാടിയിട്ടുള്ള ആളുകൾ, ആ പോരാടിയ ആളുകൾ അവര് മക്കം ഫത്ഹിന് മുമ്പ് കുടുങ്ങിയ സമയത്ത് ഈ ദീനിനെ പിടിച്ചു നിർത്തിയവർ, അന്ന് അവരെ കൊണ്ടൊപ്പിക്കാൻ കഴിയുന്ന, അവർക്ക് കൊടുക്കാനാവുന്ന ഒരു മുദ്ദ് ഭക്ഷണം അവർ ദീനിന്റെ മാർഗത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പിടി അരി കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉഹുദ് മലയോളം സ്വർണം ഇന്ന് ചെലവാക്കിയാലും അതിൻ്റെ അടുത്തെത്തുകയില്ല. സ്വദഖ റസൂലുള്ളാഹി, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഉഹുദ് മലയോളം കൊടുത്തിട്ട് കാര്യമില്ല, അവിടേക്ക് എത്തൂല കേട്ടോ. അവർ കൊടുത്ത ഒരു പിടി അരിൻ്റെ അടുത്തേക്ക് എത്തൂല, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാ. ഇത് റസൂലുള്ളാഹി പറഞ്ഞത് എന്തുകൊണ്ടാ? ഖുർആനിൽ വ്യക്തമായിട്ട് ആയത്തുണ്ട്, ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹ്. മക്കം ഫത്ഹിന്റെ മുമ്പ് ദീനിന് വേണ്ടി ചെലവാക്കിയവരും അതിന്റെ ശേഷം ചെലവാക്കുന്നവരും ഒരുപോലെയല്ല. ഇതാ പറഞ്ഞു, മക്കം ഫത്ഹിന് മുമ്പ് ചെലവാക്കിയത് അതൊരു പ്രത്യേക ശ്രേഷ്ഠത ഉണ്ട് അതിന്. എന്നിട്ട് കഴിഞ്ഞിട്ട് അല്ലാഹ് പറയുന്നു, വഖാതല, അതിന്റെ മുമ്പ് ദീനിന് വേണ്ടി പൊരുതുകയും ചെയ്തവർ ഇന്ന് ദീനിന് വേണ്ടി പൊരുതുന്നവർ ഒരുപോലെയല്ല. ഉലൈക അഅ്ളമു ദറജതൻ മിനല്ലദീന അൻഫഖൂ മിൻ ബഅദു വഖാതലു. മക്കം ഫത്ഹിന് ശേഷം ചെലവഴിക്കുകയും മക്കം ഫത്ഹിന് ശേഷം സമരം നടത്തുകയും ചെയ്യുന്നവരെക്കാൾ എത്രയോ ദറജ, അവർക്ക് പ്രതിഫലം കൂടുതലുണ്ട് അവർ കൊടുത്ത ഒരു മുദ്ദ് ഗോതമ്പിന്. ഇത് മനസ്സിലാക്കി പെരുമാറണം. സൂറത്തുൽ ഹദീദിന്റെ 10-ാം വചനം. അപ്പൊ അതുകൊണ്ട് മുമ്പിലുള്ളവരായിട്ട് അംഗീകരിക്കണം. അവരൊന്നും ലോകം തിരിയാത്തവരായിട്ട് ചിത്രീകരിച്ചിട്ട് അവരങ്ങോട്ട് വഷളാക്കി അവതരിപ്പിച്ചിട്ട് ഞാനെല്ലാം തിരിയുന്ന ഒരാളായി നടിക്കാൻ പാടില്ല. വളരെ പേടിക്കേണ്ട ഒരു സംഗതിയാണിത്. ഇതാണ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഓർക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അൻഅംത അലൈഹിം എന്ന് പറഞ്ഞതിൽ ഈ സാലിഹീങ്ങളുടെ പട്ടിക നാം പരതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതാണ്. എന്നിട്ട് പറഞ്ഞു, ആ അമ്പിയാക്കൾ, സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങളില്ലേ, അവരാരാ? അവരുടെ കൂടെ നിന്നാൽ വഹസുന ഉലൈക റഫീഖാ, ചാരത്തു നിൽക്കാൻ പറ്റിയ ഒന്നാന്തരം കൂട്ടുകാർ. വഹസുന ഉലൈക റഫീഖാ, ഒപ്പം നിൽക്കാൻ പറ്റിയ കൂട്ടുകാര്, നിങ്ങൾക്ക് കൂട്ടുകൂടാൻ പറ്റിയ കൂട്ടുകാര്, നല്ല സുഹൃത്ത് വലയം. ഇവരെ വിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ബിദ്അത്തുകാരുടെ ആശയം തെറ്റാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് തന്നെ. അടുത്ത കാലത്ത് ജീവിച്ച മമ്പറന്തങ്ങൾ അവരെ വരെ അംഗീകരിക്കാൻ തയ്യാറാകൂല. നമുക്ക് പരിചയമുള്ള അല്ലേ, അംഗീകരിക്കാൻ തയ്യാറാവൂല. എല്ലാം വെട്ടി മുറിച്ച് നിരത്തിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അതും തന്നെ ചെറിയ കാര്യങ്ങളല്ല, എല്ലാവരുടെയും തലയിൽ ശിർക്ക് ആരോപിച്ചുകൊണ്ട്.
അതുകൊണ്ട് അതിനെ ഗൗരവത്തിൽ എടുക്കുക. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, പിഴച്ചുപോയവരുടെ കൂട്ടത്തിലും എന്നെ പെടുത്തരുത് റബ്ബേ, പെടുത്തരുത്. അപ്പൊ ആരാണ് ഈ പിഴക്കാത്ത ടീം? നേരത്തെ പറഞ്ഞ ടീമാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ രണ്ടെണ്ണം പറഞ്ഞത് എന്താണ്? പ്രത്യേകിച്ച് അതൊക്കെ ഒന്ന് തന്നെയല്ലേ? അർത്ഥത്തിൽ ഒന്നാണെങ്കിലും അതിനൊക്കെ സെപ്പറേറ്റ് കക്ഷികളുണ്ട്. അള്ളാന്റെ കോപം അങ്ങനെ ഏറ്റുവാങ്ങിയ ഒരു വർഗമാണ് ജൂതന്മാർ. പിഴച്ചു പോയ കക്ഷികളാണ് നസാറാക്കള്. അതുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാ പറഞ്ഞത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ജൂത നസാറാക്കളോട് എതിരാവണം. ഇന്ന് മുസ്ലിമെ വിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട്, മറക്കണ്ട. ദാ നിങ്ങൾക്കൊരു കാലം വരുന്നുണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, ഒരു കാലം വരാൻ പോകുന്നുണ്ട്. എന്താണ് ആ കാലത്തെ പ്രത്യേകത? ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ ഹത്താ ലൗ ദഖലൂ ജുഹറ ളിബ്ബിൻ തബിഅതുമൂഹും. അതെ, നിങ്ങൾ മുൻഗാമികളുടെ ചര്യ പിന്തുടരുന്ന ഒരു കാലം വരുന്നുണ്ട്. ജൂതന്മാരെ നസാറാക്കളെ പിന്തുടരുന്ന കാലം. അങ്ങനെ നബി പറഞ്ഞില്ല, കഴിഞ്ഞുപോയവരുടെ സംസ്കാരങ്ങളെ നിങ്ങൾ പിന്തുടരും. ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ, എത്രത്തോളം ചാണോട് ചാണ്, മുഴത്തിന് മുഴം അവരെ പിന്തുടർന്ന് പോകും. ഹത്താ ലൗ ദഖലൂ, എത്രത്തോളം അവരുടെ ആദർശവും സംസ്കാരവുമായിട്ട് അവർ ഓടി ഒളിക്കുകയാണെങ്കിൽ, ജുഹറ ലബ്ബിൻ, ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പോയി ഒളിക്കുകയാണെങ്കിൽ നിങ്ങൾ കാണരുത് എന്ന് കരുതിയിട്ട് ഒളിച്ചാലും തബിഅതുമൂഹും, ആ മടയിലേക്ക് അവരൊപ്പം വലിഞ്ഞു പോയിട്ട് അവരുടെ സംസ്കാരങ്ങൾ എന്താ നോക്കിയിട്ട് അവൻ മുണ്ട് ധരിക്കും പോലെ ധരിക്കുക, അവൻ മുടി വെട്ടും പോലെ വെട്ടുക, അവൻ മീശ നീട്ടും പോലെ നീട്ടുക, അവൻ താടി വടിക്കും പോലെ വടിക്കുക. ഈ ഒരു സമ്പ്രദായത്തിലേക്ക് നിങ്ങൾ എത്തും കേട്ടോ. സയ്യിദുനാ റസൂലുള്ളാഹി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ പാശ്ചാത്യൻ നീട്ടിത്തരുന്ന സംസ്കാരങ്ങളോട് പൊരുത്തപ്പെടാൻ തയ്യാറാകുന്ന, അതിനോട് അതാ പിന്തുണ പ്രഖ്യാപിക്കുന്ന ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും ഞാൻ പറയട്ടെ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നും ഓതുന്നുണ്ട്. ഫാത്തിഹയോട് കൂറ് പുലർത്തുന്നില്ല, ഫാത്തിഹയോട് കൂറ് കാണിക്കുന്നില്ല. ഈ ഓതുന്നതിൽ നിനക്കൊരു താല്പര്യവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, ആരാ നബിയെ ഈ മുൻഗാമികൾ? യാ റസൂലല്ലാഹ് അൽ യഹൂദ വൻ നസാറ, ജൂതനസാറാക്കളായിരിക്കോ അത് എന്ന് ചോദിച്ചപ്പം ഖാല ഫമൻ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയാൻ, നബി ചോദിച്ചു പിന്നെ ആരാ? ജൂതനസാറാക്കളെ അല്ലാതെ നിങ്ങൾ ആരെയാ പിന്തുടരുക? സർവ്വകാര്യങ്ങളിലും നമ്മൾ അങ്ങനെയല്ലേ? എല്ലാ കാര്യങ്ങളിലും സൂചിപ്പിച്ചു പോയതാണ് താടി മീശ ഈ കാര്യങ്ങളൊക്കെ. എല്ലാം നമ്മൾ ജൂതന്മാരുടെ പിന്നാലെയാണ്. ഞാൻ പറയുന്നു, നല്ല ഒരു കോലത്തില് അല്ലാഹുവും അവന്റെ റസൂലും പൊരുത്തപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഇതിന് സമയം കാണണം. ഇനി ബഹുമാനപ്പെട്ട തങ്ങൾ പെട്ടെന്നെത്തിയാൽ സമയം കിട്ടൂല. ആമീൻ എന്നത് ഫാത്തിഹയിൽ പെട്ടതല്ലെങ്കിലും ഫാത്തിഹയുടെ ചർച്ചയിൽ അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ആമീൻ എന്നതിനെ കുറിച്ച് ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ നമ്മൾ ആമീൻ എന്ന് പറയാറുണ്ട്. ആ ആമീൻ എന്ന് പറയുന്നതിൻ്റെ മഹത്വം ഇതെന്താണ് എന്ന് ചുരുങ്ങിയ രൂപത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് കേൾപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആമീൻ ഖുർആനിൽ പെട്ടതല്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആമീൻ എന്നത് ഖുർആനിൽ പെട്ടതല്ല. അതിൽ പണ്ഡിത ലോകത്തിന് തർക്കവുമില്ല. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണോ? പെട്ടതല്ലേ? അഭിപ്രായ വ്യത്യാസങ്ങൾ നടന്നിട്ടുണ്ടാകും. ആണെന്ന പക്ഷത്താണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഉള്ളത്. എന്നാൽ ആമീൻ എന്നത് ഇത്തിഫാഖാണ്, എല്ലാ പണ്ഡിതന്മാരും ഏകാഭിപ്രായമാണ്, അത് ഖുർആനിൽ പെട്ടതല്ല ആമീൻ എന്ന് പറഞ്ഞത്. എന്നാൽ സൂറ അവസാനിപ്പിക്കുമ്പോൾ, ഫാത്തിഹ അവസാനിപ്പിക്കുമ്പോൾ ഈ ആമീൻ കൊണ്ട് അവസാനിപ്പിക്കൽ സുന്നത്തുണ്ട്. വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോൾ ആമീൻ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യൽ സുന്നത്തുണ്ട്. കാരണം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി പറയുകയാണ്, അല്ലമനി ജിബ്രീലു ആമീൻ, ജിബ്രീൽ എനിക്ക് ആമീൻ പഠിപ്പിച്ചു തന്നു ഇന്ദ ഫറാഗി മിൻ ഖിറാഅത്തി സൂറത്തിൽ ഫാത്തിഹ. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു,
ഫാത്തിഹ സൂറത്ത് ഓതി തീരുമ്പോ ആമീൻ എന്ന് പറയണമെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ എന്നെ പഠിപ്പിച്ചു എന്ന് ലോകത്തിന്റെ നേതാവ് നുബൂവത്തിന്റെ തിരുനാക്കുകൊണ്ട് ചൊല്ലി പഠിപ്പിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മദ്രസയിലെ ക്ലാസുകൾ തൊട്ട് നമ്മൾ കേട്ടുവരുന്നതാണ്. വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞ് ഫാത്തിഹ ഓതി പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ ഒരു ആമീൻ പറയും. ഈ ആമീനിന് വലിയ മഹത്വമുണ്ട്. ഒരു കാര്യവും കൂടെ അവിടെ ചിന്തിക്കണം. ജൂത നസാറാക്കളെ വിമർശിച്ചതിന്റെ പിന്നിൽ ഉടൻ ആമീൻ എന്ന് പറയുന്നതിന് വലിയ മഹത്വമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, എൻ്റെ ഉമ്മത്തിനോട് ജൂതന്മാർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നിയത് 2-3 കാര്യങ്ങളിലാണ് എന്ന് പറഞ്ഞെടുത്ത് ഒന്ന് നബി പറഞ്ഞത്, കൂട്ടായിട്ട് ഒരാൾ ദുആ ചെയ്യാ, ബാക്കിയുള്ളവരൊക്കെ ആമീൻ പറയാ. ഇത് എൻ്റെ ഉമ്മത്തിനോട് ജൂതന്മാർക്ക് അസൂയ ഉണ്ടാകാനുള്ള പ്രധാന കാരണമാണ്. 2-3 സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആമീൻ, മറ്റൊന്ന് സുഫൂഫു സ്വലാ, നിസ്കാരത്തിലെ സ്വഫ് ക്രമം. ജൂതന്മാർക്ക് വിഷമം തോന്നിയ ഒരു കൂട്ടായിട്ട് സമ്മേളനത്തിന് നിൽക്കുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കല, നമ്മളെപ്പോലെ ഈ സ്വഫ് ഒപ്പിക്കുന്ന പരിപാടിയില്ല. അതിൽ എൻ്റെ ഉമ്മത്തിനോട് വെറുപ്പ് തോന്നിയിട്ടുണ്ട്, ജൂതന്മാർക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് സലാം പറയാ മടക്കുക, ഇതിലും ജൂതന്മാർക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഉമ്മത്തിനോട് തോന്നിയ വെറുപ്പാണത്. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അലൈക്കും സലാം. അപ്പൊ ഈ സുന്നത്തുകളൊക്കെ ഏത് ജൂതന്മാർ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനോട് അസൂയ വെക്കാൻ കാരണമായ സുന്നത്തുകള്, ആ സുന്നത്തുകൾ മരിക്കുമ്പോൾ അതിനെ ഹയാത്താക്കണം. അതിനെ ഹയാത്താക്കാൻ നമ്മൾ തയ്യാറാവണം. അതിൽ ആമീൻ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാനൊരു കാര്യം പറയട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ ദ്വാരക്ക വേറുള്ളവരൊക്കെ ആമീൻ എന്ന് പറയാം. ഇതിനോട് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത് ജൂതന്മാരാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ, ഈ സമൂഹത്തിനകത്തുള്ള ആമീൻ വിരോധികൾ, ഈ സമൂഹത്തിനകത്തുള്ള ഉമ്മത്തിന്റെ അകത്തുള്ള ആമീൻ വിരോധികൾ ആ ഹദീസ് വായിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. ഞാനത് പ്രഖ്യാപിക്കുകയല്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആമീനെ വെറുക്കൽ ജൂതന്മാരാണ്. അപ്പോൾ ഇത് വളരെ ആദരവോടെ കാണണം, ബഹുമാനത്തോടെ കാണണം. പക്ഷേ ആദരവും ബഹുമാനവും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തീർത്തു പറയുന്നു ഞാൻ. ഈ വേദിയിൽ ഉപകാരപ്പെടുന്ന ചർച്ചകൾ നടക്കുന്ന കൂട്ടത്തിൽ ഇതും വരട്ടെ എന്ന് കരുതിയിട്ട് ഒരു വാക്ക് ഞാൻ കൂട്ടിച്ചേർത്ത് പറയുന്നു. ആമീൻ എന്നത് ചില വേദികളിൽ വല്ലാതെ അവഗണിക്കപ്പെടുന്നു. അതിൽ ആമീൻ അവഗണിക്കപ്പെടുന്ന ഏറ്റവും വലിയ വേദി കണ്ടത് ഈ കല്യാണ സദസ്സുകളിലാണ്. പുതിയാപ്പിള ഇറങ്ങുമ്പോൾ ഒരു ദുആ, പുതുക്കിറങ്ങുമ്പോൾ ഒരു ദുആ ചെയ്യണം. മുഅ്മിനീങ്ങൾ അവിടെയൊക്കെ ദ്വാരം തന്നെ ചെയ്യേണ്ടത്. പക്ഷേ ആമീൻ ഒരു പരിഗണന ഉണ്ടാകാറില്ല. ദ്വാരക്കനോടാണ് ദ്വാരക്കാന്നല്ലാതെ വേറുള്ളൊരു ആമീൻ പറയില്ല. പറഞ്ഞാൽ തന്നെ ആമീൻ അവൻ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അവൻ്റെ കൈയൊന്നും പൊക്കിയാലും ഇങ്ങോട്ട് ഉണ്ടാവൂല, സന്തോഷത്തിലാകൂല. ചില പുതിയാപ്പിളാരുണ്ട്. നമ്മളിത് ഭയങ്കര ആത്മാർത്ഥതയിലും മുസ്ലിയാരും മൊല്ലാക്കയും അതുപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ കടുപ്പം പോലെ വാപ്പിയും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ആമീൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഉള്ളാകെ നേറിക്കൊണ്ട്. ഇവന്റെ ജീവിത വിജയത്തിന് ഈ പഹയന് വേണ്ടിയാണ് നമ്മൾ ദ്വാരക്കുന്നത്. എന്നിട്ട് മൂപ്പര കൈ എവിടെയാ? മടിയിൽ. അധിക പുതിയാപ്പിളമാരെ ശ്രദ്ധിച്ചാലും കാണാം, എൻ്റെ കാര്യത്തിനും വേണ്ടിയാണ് ഇവർ ഈ ദ്വാരക്കുന്നത് എന്നുള്ള നിലക്കൊന്ന് കൈ പൊക്കി പിടിക്കില്ല, മടിയിൽ അവിടെ വെച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ വളരെ ഗൗരവത്തിലെടുക്കണം ഈ കാര്യങ്ങൾ. ആമീൻ എടുക്കുന്ന സമയത്ത് പലരുടെയും കൈ പൊങ്ങുന്നില്ല, മടിയിൽ താഴ്ത്തിയിട്ടിരിക്കുകയാണ്. എന്തേ? അത് എടുക്കുന്നുണ്ടോന്ന് വെച്ചാൽ എടുക്കുന്നുണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല. അതിനൊക്കെ പറ്റുന്ന ഒരു രൂപത്തിൽ മതീൻ. ഇങ്ങനെ പൊക്കിപ്പിടിക്കാൻ ഒരു നാണക്കേട്, പടച്ചവന്റെ മുമ്പിൽ കൈ പൊക്കാൻ ഒരു നാണക്കേട്. ഞാൻ പറയുന്നു, ഇങ്ങനെ വളരെ അതപോടെ പൊക്കിപ്പിടിക്കുക. ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ 2 ശൈലിയാണ് ആമീൻ എടുക്കുമ്പോൾ കൈ പിടിക്കാൻ പഠിപ്പിച്ചത്. ഫുഖഹാക്കൾക്കിടയിൽ ഖിലാഫുള്ള മസലയാണത്, അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ്. എങ്ങനെയാണ് കൈ പിടിക്കേണ്ടത്? ഒന്നിരിക്കൽ കൈയിനോട് ചേർത്ത് പിടിക്കുക, ഇങ്ങനെ ഉള്ളം കൈയിനോട് ചേർത്ത് പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. അല്ലെങ്കിൽ തഫ്രീഖ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക, വിട്ടുപിരിച്ച് 2 കൈകളും അകലത്തിൽ പിടിച്ച് ഇങ്ങനെ പിടിക്കുക. രണ്ടും ദുആഇന്റെ രൂപങ്ങളാണ്. ഇതൊന്നും അല്ലാത്തൊരു 3-ാം രൂപം നമ്മൾ കടത്തിക്കൊണ്ടുവരേണ്ടതില്ല. അധിക ആളുകളും ദ്വാരക്കുമ്പോൾ ഒരു കൈയിലാ വെക്കുക, ഒരു കൈയിലട കയറ്റി വെക്കല. ഇതൊന്നും ചെയ്താൽ ഇനി നാളെ ധാരെങ്കിൽ ഏതെങ്കിലും മൂലയിൽ കണ്ടിട്ട് നിങ്ങൾ കത്തി ഊരണ്ട. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിന് സുന്നത്ത് കിട്ടൂല എന്നൊന്നുമല്ല, അടിസ്ഥാന സുന്നത്ത് കിട്ടൂല എന്നല്ല, അതിൻ്റെ പൂർണ്ണ രൂപം അതല്ല.